കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ അബിയുടെയും ജാനകിയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നേ നിരഞ്ജന അജയുടെ കള്ളത്തരങ്ങളെല്ലാം കയ്യോടെ പിടികൂടുവാണ്. അജയ് ആരാന്നോ എന്താന്നോ അവന് ഹണി റോസുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ അങ്ങനെ ചെറു സൂചനകളൊക്കെ നിരഞ്ജനയ്ക്ക് കിട്ടുവാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും അതോടൊപ്പം തന്നെ സൂര്യനാരായണൻ വലിയൊരു ആപത്തിലേക്ക് എന്ന് ചാടുവാണ്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അങ്ങനെ അവസാനം സുമംഗലാമയ്ക്ക് നല്ല 8ന്റെ പണി തന്നെയാണ് കിട്ടിയത്. സുമംഗലാമ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ച കാര്യം പോലും ആയിരുന്നില്ല. കാരണം നിലത്ത് തല്ലിയടിച്ച് വീണ് കഴിഞ്ഞപ്പോഴത്തേനും സുമംഗലാമ വിചാരിച്ചുകൊണ്ടിരുന്ന ലച്ച് ചെയ്ത പരിപാടിയാന്നാ. പക്ഷേങ്കില് അവസാനമാണ് സുമംഗലാമ ആ സത്യങ്ങളൊക്കെ അറിയണേ. പൊന്നൂസൊരു വീഡിയോ ഒക്കെ പിടിച്ചോണ്ട് വന്ന് ജാനകിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ജാനകി അത് നോക്കിക്കഴിഞ്ഞപ്പോഴേ അതിൻ്റെ അകത്ത് സത്യാവസ്ഥകളൊക്കെ മനസ്സിലാവുന്നേ. എല്ലാം അപർണയുടെ തന്ത്രമായിരുന്നു. അപർണയാണ് സുമംഗലാമനെ കുരുക്കാനായിട്ട് മനഃപൂർവ്വം ആ ചതി ചെയ്ത് വെച്ചെന്നുള്ളത്. പിന്നീട് ലച്ചുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങോട്ടേക്ക് ജാനകി വന്നിട്ട് ആ വീഡിയോസൊക്കെ സുമംഗലാമനെ കാണിക്കുകയാണ്. ഒരു നിമിഷം സുമംഗലാമൻ ഞെട്ടിത്തെരിച്ചു പോയി. അത്രയും സമയം അപർണ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ലച്ചുവിനെയാണ്. അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം, ഒരു നിമിഷം പോലും ഇവിടെ നിർത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വാ തോരാതെ പറഞ്ഞുകൊണ്ടിരുന്ന അപർണയുടെ വായിക്കകത്ത് നാക്കുണ്ടോന്ന് അറിയത്തില്ലായിരുന്നു. അപർണ പിന്നെ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അപർണനെ ഇങ്ങനെ ഇരുത്തി നോക്കണം സുമംഗലാമ. എന്നിട്ട് ചോദിച്ചു, എടി ദ്രോഹി, നീ എന്നാലും എന്നോട് ഈ ചതി ചെയ്യണ്ടായിരുന്നു പറയണ. നീ ആ വിശ്വനാഥൻ തമ്പിയുടെ മോളല്ലേ നീ, അപ്പൊ നീ ഇതല്ല ഇതിലപ്പുറം ചെയ്യുന്നു പറയാ. എന്നാലും നിന്നിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല കേട്ടോ, എന്നെ കൊല്ലാൻ വേണ്ടി കാണിച്ചല്ലേ എന്ന് ചോദിക്കുകയാണ്. കാരണം അത് കണ്ടു കഴിഞ്ഞപ്പോൾ സുമംഗലാപ്പിക്ക് മനസ്സിലായി ലഡു അതിനകത്ത് നിന്ന് എടുത്ത് മാറ്റിയിട്ട് കൃത്യമായിട്ട് അതിനകത്തേക്ക് തിളച്ച എണ്ണ ഒഴിച്ചു വെക്കുന്നത്. അപ്പൊ ഇവള് തന്നെ മനഃപൂർവ്വം കൊടുക്കാൻ തന്നെ ശ്രമിച്ചതാ, അല്ലാതെ വേറെ ആരും അങ്ങനെ ചെയ്യത്തില്ല. അത് മാത്രമല്ല തെളിവ് സഹിതമല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്. തർക്കിക്കാൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥയിൽ അപർണ നിൽക്കുകയാണ്. ഇനി മേലാല് എന്റെ കൺവെട്ടത്ത് പോലും നിന്നെ കണ്ടേക്കരുത് എന്നൊക്കെ അപർണയോട് പറയാണ്. എന്നാലും നിനക്ക് എങ്ങനെ തോന്നിയിടി എന്നോട് ഈ ചതി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ജാനകി പറഞ്ഞു, പിന്നെ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇങ്ങനെ ഓരോരുത്തർക്കിട്ടും അപർണ ഇവിടെ പണി കൊടുക്കണേ. ഇന്ന് മുത്തശ്ശിക്കിട്ട് കിട്ടി, അല്ല എപ്പോഴും കൂടെ ഉണ്ടാവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പം മുത്തശ്ശിയാണെങ്കിൽ അവളോട് എന്തെങ്കിലും ദേഷ്യപ്പെടുന്നത് മുത്തശ്ശിക്കിട്ടായിരിക്കും അവള് പണി തരാൻ പോകുന്നേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ മുത്തശ്ശിക്കിട്ട് എന്തിനാ അവള് പണി തന്നേന്ന് അറിയാവോ? ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞോണ്ടാ. മുത്തശ്ശിയല്ലേ പറഞ്ഞേ കൊലപാതകയുടെ മകളെ ഇങ്ങോട്ട് കേട്ടിക്കൊണ്ട് വരണ്ടെന്ന്. അപ്പൊ അതിന്റെ വൈരേഖ അവളെ തീർത്താ, അത് മനസ്സിലായില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സുമംഗല രൂക്ഷമായിട്ട് നോക്കുവാണ് അപർണനെ. അപ്പൊ അപർണ പറഞ്ഞു, അല്ല അത് പിന്നെ മുത്തശ്ശി ഞാൻ അറിഞ്ഞോണ്ടല്ല, ഒരക്ഷരം പോലും നീ മിണ്ടിപ്പോയേക്കല്ലേ. എനിക്കിപ്പോ മനസ്സിലായടി നിന്റെ ചതി എന്താന്ന് മനസ്സിലായി. എന്റെ കൈ പോയെന്നും പറഞ്ഞോണ്ട് അങ്ങനെ അലറി നിലവിളിച്ചോണ്ട് മുറിക്കകത്തേക്ക് കയറി പോവാണ്. ഈ സമയം അപർണയുടെ അരിലേക്ക് ജാനകി എന്നിട്ട് പറഞ്ഞു, അതെ നമ്മൾ എന്ത് കള്ളത്തരം കാണിച്ചാലും എല്ലാം കണ്ടുകൊണ്ട് മുകളിലൊരാൾ ഇരിപ്പുണ്ടെന്ന് പറയുന്നില്ലേ, അതിപ്പോ പൊന്നൂസിന്റെ രൂപത്തിലാ വന്നേ. പൊന്നൂസിന് ആ വീഡിയോ എടുക്കാൻ തോന്നിയില്ലായിരുന്നെങ്കിലോ ഇപ്പൊ ലച്ചു കള്ളിയായിട്ട് ഇവിടെ നിന്നേനം. എല്ലാവരും ലച്ചുവിന്റെ മേത്ത് ചാടിക്കറിയണം. ലച്ചുവിനെ കുറ്റക്കാരിയായിട്ട് ഇവിടെ നിന്ന് അടിച്ചിറക്കാൻ ശ്രമിച്ചേനം. ഇതാ പറഞ്ഞ ദൈവം ഉണ്ടെന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ. എന്നാലും നിന്റെ കുരുട്ടുബുദ്ധി രണ്ടുപേരും ചേരൂലോ. മുത്തശ്ശിയാണല്ലോ നീ ഒന്നിനൊന്നിനും ബെറ്ററാ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ചക്കിക്കത്ത ചങ്കടെന്ന് പറഞ്ഞോണക്ക് നീ മുത്തശ്ശിക്കൊട്ടൊരു പണി കൊടുത്തു, അത്രേ ഞാൻ കരുതുന്നുള്ളൂ എന്നും പറഞ്ഞിട്ട് ബാ പൊന്നൂസായി പിന്നെ എന്നും പറഞ്ഞ് പൊന്നൂസിന്റെ കൈയും പിടിച്ച് ലച്ചുവിനും കൂട്ടി അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം നിരഞ്ജന എന്ന് അപർണയോട് പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല അപർണ, ഇത് കുറച്ച് കടന്നു കൈയായി പോയെന്ന് പറയണം. അപർണയ്ക്ക് അതോടെ കേട്ട് കഴിഞ്ഞപ്പോ സഹിക്കാൻ പറ്റിയില്ല. ആകപ്പാടെ നാണക്കേടായി. അതിനേക്കാൾ ഉപരി അവർക്കൊന്നും സംഭവിച്ചില്ല. ഈ സമയം സുമംഗലാമ്മ മുറിയിൽ പോയിരുന്നിട്ട് കൈ ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്. ഇത് മിക്കവാറും അവള് മനഃപൂർവ്വം ചെയ്തായിരിക്കും. അവള് പറഞ്ഞു തന്നിട്ട് എന്താ താൻ ലച്ചുവിനിട്ട് പണി കൊടുത്താന്ന്. പക്ഷെ അതൊന്നും അല്ല, ലച്ചുവിനിട്ട് പണി കൊടുത്തോന്നല്ല, അവള് തനിക്കിട്ട് തന്നെ പണി തന്ന. ആ സമയം അവള് ഊരാൻ വേണ്ടി അവിടുന്ന് നൈസായിട്ട് പറഞ്ഞ കാര്യമാ. പിന്നീട് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും അപർണ ആകെപ്പാടെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപർണയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. താൻ ലച്ചുവിനിട്ട് പണി കൊടുത്താന്ന് ആ കിളവിയോട് പറഞ്ഞിട്ട് കിളവി വിശ്വസിച്ചില്ല. തന്നെ കുറ്റക്കാരി ആക്കിയിരിക്കുക. അച്ഛന് വേണ്ടിയിട്ടാ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത. അവളെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടാ. പക്ഷെ ഇപ്പൊ സംഭവിച്ചെന്താ, നേരെ തിരിഞ്ഞു വന്നു. താനിപ്പം ആ കിളവിയുടെ ശത്രുവായി പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അവരെ പെട്ടെന്നൊന്നും കയ്യിലെടുക്കാനായിട്ട് പറ്റില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ സമനില എറ്റുന്ന പോലെ തോന്നി അപർണയ്ക്ക്. ഈ സമയം അങ്ങനെ ആധാരമൊക്കെ റദ്ദിയതിന് ശേഷം അബിയും സൂര്യനാരായണനും കൂടെ വീട്ടിലേക്ക് വരണം. അപ്പൊ ആ സമയത്ത് സൂര്യനാരായണൻ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം സൂര്യനാരായണൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് ആ വിൽപ്പത്ര റദ്ദ് ചെയ്യണമെന്നുള്ളത്. പിന്നീട് അബിയോട് പറഞ്ഞു, എനിക്ക്
നല്ല സങ്കടം വരുന്നുണ്ട്. കാരണം ഞാനിത് ഒരിക്കലും പ്രതീക്ഷയല്ല അബി. എനിക്ക് നിന്നിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആരും ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും അറിയരുത്. ഒരുപക്ഷെ എനിക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആരിലും അറിയാൻ പാടുള്ളൂ. അങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ പ്രതീക്ഷകളെല്ലാം തകർന്നു പോയി. എല്ലാം ഇത് തകർത്ത് കളഞ്ഞ ആരാന്നറിയോ? ആ തമ്പിയുടെ മോളും ചേർന്നിട്ടാന്ന് പറയണം. ഇത് കേട്ട് അബി പറഞ്ഞു, വേണ്ടച്ചാ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടെന്ന് പറയാണ്. സൂര്യനാരായണൻ പറഞ്ഞ്, സംസാരിക്കാതിരിക്കുന്ന എങ്ങനെയാ? കണ്ടില്ലേ, ഇപ്പൊ തന്നെ അവളെ എല്ലാത്തിനും കാരണക്കാരി. അവള് നൈസായിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വന്ന, അവള് പ്രതികാരം ചെയ്യാൻ വന്ന തമ്പി അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതാ. എന്നിട്ടാ നമ്മുടെ കുടുംബം അളകാവലി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും അവളെ കണ്ണടച്ച് വിശ്വസിച്ചുകൂടാ. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അറിയാലോ, അവളുടെ മേലെ എപ്പോഴും ഒരു കണ്ണുണ്ടാവണമെന്ന് പറയാണ്. അമ്മന്റെ ജീവിതം തകർത്ത് കളഞ്ഞു, അത് മാത്രം എനിക്ക് സങ്കടമുള്ളെന്ന് പറയാണ്. അഭി പറഞ്ഞു, അന്ന് സാരമില്ല, നോക്കാം എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന. അതെ, അമ്മയുടെ സ്വഭാവം അച്ഛനെ അറിയാവുന്നതാണല്ലോ. അമ്മൻ അങ്ങനെ ആർക്കും പെട്ടെന്ന് പിടികൊടുക്കുന്നൊരു സ്വഭാവമൊന്നുമില്ല. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും അച്ഛനൊരു പേടിയും വേണ്ടെന്ന് പറയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് പോരുവാണ്. പക്ഷെ പോരുന്ന വഴിക്ക് പെട്ടെന്ന് അവനൊരു നെഞ്ചുവേദന പോലെ സൂര്യനാരായണന് തോന്നുവാണ്. പെട്ടെന്ന് സൂര്യനാരായണൻ നെഞ്ചു പൊത്തി പിടിച്ചു കഴിഞ്ഞപ്പത്തിന് അഭിയോഗിച്ചു, എന്താന്ന് ചോദിക്കണം. എന്താണെന്നറിയത്തില്ല, എന്തോ നെഞ്ചിനകത്തൊരു വേദന തോന്നുവാന്ന് പറയണം. ഒരു കാര്യം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയാലോ? കുഴപ്പമില്ല മോനെന്ന് പറയണം. പക്ഷേ എങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് കുഴഞ്ഞു വീഴുവാണ്. അബിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അബി പെട്ടെന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് വണ്ടി വിടുക. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അബിക്ക് ആ പടര് വിറയല. ഒന്നാമത്തെ കാര്യം, അച്ഛനാണ് ഈയിടെയാണെങ്കിൽ നല്ല ടയേർഡായിരുന്നു. ഫുഡ് നേരാവണ്ണം കഴിക്കുന്നില്ല. അമ്മയാണ് സംസാരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് വേറെ. ആ സമയത്താണ് ഇതും കൂടെ. ഒരുപക്ഷെ ഫുഡ് കഴിക്കാത്തതിൻ്റെ ആണോ എന്താണെന്നും അറിയത്തില്ല. അങ്ങനെ ഡോക്ടർ ഒന്ന് പരിശോധിക്കുകയാണ്. പരിശോധന കഴിച്ചപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു, അതെ, സ്ട്രോക്ക് ഉണ്ടായതാന്ന് പറയണേ. ഇത് കേട്ടുമ്പോഴത്തേനും ആകെപ്പാടെ അബി ഞെട്ടിപ്പോയി. അബിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും ഈ കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ജാനകി ഓടി വരുവാണ്. അച്ഛന് വയ്യാന്ന് പറഞ്ഞു. അപ്പം അബി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജാനകി വന്നിട്ട് ചോദിച്ചു, എന്തായി അബിയേട്ടാ, അച്ഛൻ എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അബിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അവസാനം അബി പറഞ്ഞു, അച്ഛന് ചെറുതായി സ്ട്രോക്ക് ഉണ്ടായതാന്ന് പറയണം. സ്ട്രോക്കോ? എന്താ അബിയേട്ട സംഭവിച്ചേ? ഇത് കേട്ട അബി പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറയണം. ജാനകി പറഞ്ഞു, എനിക്ക് തോന്നുന്നത് അച്ഛനൊരിക്കലും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. അച്ഛൻ അത്ര ആഗ്രഹിച്ചാണ് അബിയേട്ടൻ ആ റിസോർട്ട് വാങ്ങി തന്നെ അബിയേട്ടൻ എൻ്റെയും പേരിലേക്ക്. അപ്പൊ അത് മാറ്റുന്നേക്കാളുപരി ഈയിടെ അമ്മയുടെ സ്വഭാവം അത് അച്ഛനെ വല്ലാതെ പിടിച്ചൊളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. അച്ഛനും മനസ്സിന് താങ്ങാൻ സഹായിക്കുന്നുണ്ടായിരുന്നില്ലെന്ന് പറയണം. അപ്പൊ പറഞ്ഞു, അത് ശരിയാ. പിന്നീട് അവർ രണ്ടുപേരും പുറത്തിങ്ങനെ നിൽക്കുകയാണ്. വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. വീട്ടിലേക്ക് വിളിച്ചിട്ട് പ്രഭാവതി അവരാരും വരാൻ പോലും അങ്ങനെ കൂട്ടാക്കില്ല. ജാനിക്ക് മനസ്സിലായി. കാരണം സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് എല്ലാവരും സ്നേഹിക്കുന്നത്. അല്ലാതെ അതിനേക്കാൾ ഉപരി അച്ഛനോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവരാരെങ്കിലും വരുമായിരുന്നല്ലോ. പിന്നീട് ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ അമൽ ഓടി അങ്ങോട്ട് വരുവാണ്. അമൽ വന്നിട്ട് അഭിനെ കെട്ടിപ്പിടിക്കുകയാണ്. കാരണം അമലിന് അച്ഛനെന്ന് വെച്ചാൽ അത്ര ജീവനാണ്. അഭിറിഞ്ഞ് പേടിക്കാനൊന്നും ഇല്ലടാ, ഒരു ചെറിയ സ്ട്രോക്ക് വന്നാൽ വേറെ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയണം. അല്ല, അച്ഛനെ കയറി കണ്ടോന്ന് ചോദിക്കും. കണ്ടില്ല, കാണാൻ പറ്റിയിട്ടില്ലെന്ന് പറയണം. കുറച്ച് കഴിയുമ്പോൾ ഡോക്ടറോട് ഒന്നുകൂടെ ചോദിച്ചിട്ട് കയറി കാണാമെന്ന് പറയണം. പിന്നീട് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നേഴ്സ് വന്നിട്ട് പറഞ്ഞു, പേഷ്യന്റ് ബോധം തെളിഞ്ഞു, അകത്ത് അന്വേഷിക്കുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ അബിയും ജാനിയും കൂടെ കാണാനായിട്ട് ആദ്യം കയറി ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സൂര്യനാരായണൻ കണ്ണു തുറന്ന് കിടക്കുക. സൂര്യനാരായണൻ പറഞ്ഞു, ഇനി എനിക്ക് അധികം ആയുസുണ്ടെന്ന് തോന്നുന്നില്ല. അറിയാലോ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അളകാപുരിയിൽ ആർക്കും ഒന്നും സംഭവിക്കില്ല. ആ കുടുംബത്തെ അതുപോലെ തന്നെ മുന്നോട്ട് നീ കൊണ്ടുപോകണം എന്നൊക്കെ പറയാം. ഇത് കേട്ടോ അഭിയോഗിച്ചു. അച്ഛൻ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കും. എനിക്കറിയാം മോനെ, എൻ്റെ ആയുസ് എണ്ണപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അധികകാലം എനിക്ക് ജീവിതം ഇല്ലെന്നും എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നിന്നെ ഏൽപ്പിക്കുന്നത്. എൻ്റെ സ്ഥാനത്ത് നീ കാര്യങ്ങളെല്ലാം നോക്കണം. 4 പേരും 4 ദിക്കി പോകാൻ നോക്കണം. പിന്നെ എല്ലാവരുടെയും കുടുംബജീവിതം ഭദ്രമായിട്ട് പോകാനായിട്ട് നീ ശ്രമിക്കണമെന്ന് പറയണം. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുക. പിന്നീട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അബിക്ക് സഹിച്ചില്ല. കാരണം ആദ്യമായിട്ടാണ് അച്ഛനെ ഇതായിട്ട് ഇങ്ങനെ കാണുന്നത്. ഇപ്പൊ അബിക്ക് സ്വന്തം എന്ന് പറഞ്ഞാൽ അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ. പിന്നീട് പുറത്തിറങ്ങി വന്നപ്പോഴത്തേനും ജാനകി അബിനെ സമാധാനിപ്പിക്കുക. പോട്ടെ, അച്ഛനൊരു കുഴപ്പമില്ല, സ്ട്രോക്ക് അല്ലേ വന്നുള്ളൂ, അച്ഛൻ ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്നൊക്കെ പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക. അങ്ങനെ പറഞ്ഞാലും ജാനകിയുടെ ഉള്ളിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം തനിക്ക് അച്ഛനും അമ്മയില്ല. പക്ഷെ ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ആ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടുന്നത്. ഇപ്പോഴാണെങ്കിൽ അമ്മയാണെങ്കിൽ എതിർത്തിരിക്കുക. പക്ഷെ അച്ഛൻ ഇപ്പോഴും തന്നെ സ്നേഹിക്കുന്നുണ്ട്. ഒരു മോളോടെന്നുള്ള സ്നേഹമാണ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ജാനകിക്ക് സഹിക്കാൻ പറ്റുമോ? ജാനകിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അബിയെ ആശ്വസിപ്പിക്കുന്ന സമയത്തും ജാനകിക്ക് നല്ല വിഷമം. പിന്നീട് നിരഞ്ജന ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് ഇന്ന് വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വരുവാണ്. അതിനുശേഷം വന്ന് ഇപ്പൊ അജയോട് പറഞ്ഞു, അജയ് നീ എന്താ ഹോസ്പിറ്റലിലേക്ക് പോകത്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേട്ടത് അജയ് പറഞ്ഞു, ഇപ്പൊ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എന്ത് കാണാ, അവിടെ അങ്ങനെ അകത്ത് ആരെയും അങ്ങനെ കയറ്റത്തൊന്നുമില്ലോ, അതേ നേരം അവിടെ നിർത്തത്തൊന്നുമില്ല, പിന്നെന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുവാണ്. പക്ഷേങ്കിൽ അത് നിരഞ്ജനയ്ക്ക് അതങ്ങോട്ട് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല. നിരഞ്ജന പറഞ്ഞു, അതെ നിന്റെ അച്ഛൻ അവിടെ കിടക്കണേ, ആ ഒരു ചിന്ത ഓർമ്മ വേണമെന്നൊക്കെ പറയാണ്. ആയിക്കോട്ടെ, അച്ഛനൊന്നും സംഭവിച്ചൊന്നുമില്ലല്ലോ, പിന്നെന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുവാണ്. നിരഞ്ജനയ്ക്ക് മനസ്സിലായി അജയ് ആളൊരു
താപ്പാനെന്നുള്ള കാര്യം. കാരണം അജയുടെ മുമ്പുള്ള സ്വഭാവമല്ല ഇപ്പം പ്രണയിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വഭാവത്തിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുണ്ട്. പിന്നീട് നിരഞ്ജന ഒന്നും മിണ്ടാതെ കൂടെ ഇറങ്ങി പോവാണ്. ഈ സമയത്താണ് അജയുടെ ഫോണിലേക്ക് ഹണി റോസിന്റെ കോൾ വരുന്നത്. അജയ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും നിരഞ്ജന ആരും അവിടെ എടുത്തില്ല. പെട്ടെന്ന് കോൾ എടുക്കുവാണ്. എന്താ ഹണി, എന്താ വിളിച്ചെന്ന് ചോദിക്കാം. ആ റിസോർട്ടിന്റെ കാര്യം എന്തായി? റിസോർട്ടിന്റെ കാര്യം അത്ര റദ്ദു പതിപ്പിച്ചല്ലോ. പക്ഷെ ഇപ്പൊ ആകെപ്പാടെ പ്രശ്നത്തിലാ. അച്ഛന് സ്ട്രോക്ക് വന്ന അച്ഛൻ ഹോസ്പിറ്റലാന്ന് പറയണം. അനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹണി റോസ് പറഞ്ഞതേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അധികം നാളെ നിനക്ക് ഇങ്ങനെ തരാൻ പറ്റില്ല. ആ മരിയ ഉണ്ടല്ലോ, മരിയയ്ക്ക് നല്ല സംശയമുണ്ട് നിന്നെ. അതുകൊണ്ട് ഇനി അധികം കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. നീ പണം തരുമല്ലോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറയണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ പണം തരണമെന്ന് പറയാം. ഇത് കേട്ടത് അജയ് പറഞ്ഞു, തരാന്ന് പറഞ്ഞില്ലേ, അതിന് നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് കാര്യമുണ്ടോ? തരാന്ന് പറഞ്ഞ അജയ് തന്നിരിക്കും, അതിനൊരു മാറ്റമില്ല. പിന്നെ അങ്ങേരൊന്ന് ആശുപത്രിയിൽ നിന്ന് വന്നോട്ടെ. അങ്ങനെ ആശുപത്രി കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യാനാന്ന് ചോദിക്കുകയാണ്. ഇത് അങ്ങോട്ട് വന്ന് നിരഞ്ജന കേട്ടു. നിരഞ്ജന കുറെ സമയം കേട്ടോണ്ട് വന്നു. പിന്നീട് നിരഞ്ജന അങ്ങോട്ട് വന്നു കഴിയുമ്പത്തിന് അജയ് ഇങ്ങ് നോക്കുവാണ്. തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ നിരഞ്ജനയെ കാണുന്നേ. പെട്ടെന്ന് അജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കോൾ അങ്ങോട്ട് കട്ട് ചെയ്യുകയാണ്. നിരഞ്ജന ചോദിച്ചാൽ ആരാ വിളിച്ചെന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ അല്ല, ഇത്ര സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ അധികാരത്തോടു കൂടി അജയോട് സംസാരിക്കണമെങ്കിൽ അത് ആരായിരിക്കും എന്ന് ചോദിക്കാം. അത് എൻ്റെ ഒരു ക്ലയൻ്റാന്ന് പറയാം. ക്ലയൻ്റ് ആണോ ഇങ്ങനെ വിളിച്ചിട്ട് പറയണമെന്ന് ചോദിക്കും. അജയ്, എൻ്റെ അടുത്തൊന്നും മറയ്ക്കാൻ നീ ശ്രമിക്കില്ല. എന്താന്ന് കാര്യം എന്താന്ന് പറയുന്നു പറയണം. അജയ് ആകെപ്പാടെ പെട്ടുപോയി. അജയ്ക്ക് സത്യം തുറന്നു പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോ ഇവളുടെ മുന്നിലെങ്ങാനും ഇനിയിപ്പോൾ ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള് ഓരോന്നോരോന്ന് ചകഞ്ഞെടുക്കാനായിട്ട് തുടങ്ങും. താനും അവളും തമ്മിലുള്ള ബന്ധങ്ങൾ മൊത്തം കണ്ടെത്തുകയും ചെയ്യും. പക്ഷെ പണം വേണം താനും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ അജയ് പെട്ടുപോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.